ओम सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावतीतमस्तु मा विद्विषावहै। ओम शान्ति शान्ति शान्तिः। श्रुतिस्मृतिपुराणानाम् आलयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करं शङ्करं शङ्कराचार्यं केशवं बादरायणं सूत्रभाष्यकृतौ वन्दे भगवन्तौ पुनः पुनः। ईश्वरो गुरुरात्मेति मूर्तिभेदविभागिने व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः। सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नमः। ओम नमो ब्रह्मादिभ्यो ब्रह्मविद्या संवृताय कर्तृभ्यो वंशऋषिभ्यो महद्भ्यो नमो गुरुभ्यः। सर्वोपप्लवरहितः प्रज्ञानघनः प्रत्यगर्थो ब्रह्मैवाहमस्मि। ओम पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते। ओम शान्ति शान्ति शान्तिः। हरिः ओम श्री गुरुभ्यो नमः। हरिः ओम। എല്ലാ സാധകർക്കും പ്രണാമം. ഹരി ഓം. ഓം നമോ നാരായണ. ആദ്യം തന്നെ ഇന്ന് അവധി ദിവസമായിട്ട് നിങ്ങൾ സഹകരിച്ചതിന് എല്ലാവർക്കും ഗുരുപരമ്പരയുടെ നാമത്തിൽ കൃതജ്ഞത പറയുന്നു. നമുക്ക് ഇതുവരെ പഠിച്ചത് പ്രധാനപ്പെട്ടവ ഒന്ന് അജാതശത്രു ബ്രാഹ്മണം, ശിശു ബ്രാഹ്മണം, മൂർത്താമൂർത്ത ബ്രാഹ്മണം, മൈത്രേയി ബ്രാഹ്മണം. അപ്പം നമ്മൾ ഇതുവരെ പഠിച്ചതിൽ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും പഠിച്ചത്. ഒന്ന് അധ്യാരോപം, മറ്റൊന്ന് അപവാദം. നളിനി അമ്മയുണ്ടോ? ചെറുവത്താരി നളിനി. അരിയോ അമ്മ? അമ്മ പറയും, നമ്മളിപ്പം മംഗളാചരണം ചൊല്ലിയില്ലേ, അത് അധ്യാരോപമാണ് അപവാദമാണ്? അമ്മ പറയും. ആ, ഏതൊക്കെയാണ് അധ്യാരോപം? ആ സദാശിവ സമാരംഭം. എല്ലാം നമ്മള് ഓരോന്നുള്ള അധ്യാരോപം ചെയ്യാം. ബ്രഹ്മ സമ്പ്രദായ കർത്തൃത്വത്തിലെ വംശ ഋഷിത്വത്തിലെ ഗുരുഗ്രഹ സർവോപപ്ലവ പ്രജ്ഞാനത, അതിന്റെ മുകളിലേക്ക് നമ്മൾ അധ്യാരോപം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് നമ്മൾ പൂർണ്ണമതം പൂർണ്ണമിതം പറഞ്ഞു. അത് മാത്രം അപവാദം. ഇതുവരെ പറഞ്ഞ അധ്യാരോപമൊക്കെ നമ്മൾ നിഷേധിച്ചിട്ട് അവസാനം പറഞ്ഞു ആ ബ്രഹ്മം മാത്രം പൂർണ്ണം അവശിഷ്യതേ. പൂർണ്ണം അവശിഷ്യ, ആ സച്ചിദാനന്ദ സ്വരൂപമായ ബ്രഹ്മം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അതാണ് നമുക്ക് അവസാനം സത്യവസ്തു, അത് മാത്രം. അപ്പോ അധ്യാരോപം ചെയ്ത് നേടി കഴിഞ്ഞിട്ട് നമ്മൾ ആ ബ്രഹ്മവസ്തുവിനെ അറിയാണ് ചെയ്യുന്നത്. വെരി ഗുഡ്.
അമ്മ വേറെ ഏതെങ്കിലും എക്സാമ്പിൾ ഓർക്കുന്നുണ്ടെ പറയൂ. എക്സാമ്പിൾ ഉണ്ട്. ഭാഗവതത്തിന് നമ്മൾ ആദ്യത്തെ ശ്ലോകം തന്നെ നോക്കുകയാണെങ്കിൽ ജന്മാദ്യസ്യ ജന്മാദ്യസ്യ യതോന്മയാദിതരതശ്ചാർത്ഥേഷ്വവിഘ്നസ്വരാത് തേനേ ബ്രഹ്മഹൃദായാതി കവയേ മുഹ്യന്തിയസൂരയഃ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ കാമ്യാസ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. അപ്പൊ നമ്മള്, ഞാൻ അർത്ഥമൊന്നും പറയുന്നില്ല, പക്ഷെ ഓരോന്നും ഏതൊരു ശക്തിയിലാണോ ഈ പ്രപഞ്ചം നിൽക്കുന്നത്, അല്ലേ, പഞ്ചഭൂതങ്ങളിൽ വ്യാപിച്ച് നിൽക്കുന്നത്, അല്ലെ, ജീവൻ നിലനിർത്തുന്നത്, പിന്നെ ബ്രഹ്മാദികൾക്ക് ആ വേദങ്ങൾ തോന്നിച്ചത്, പിന്നെ അഗ്നി, വെള്ളം, ഇവയ്ക്കൊക്കെ ഉണ്മ നൽകുന്നത്, ഇല്ലേ, ഉണ്ടെന്നും ഇല്ലെന്നും തോന്നിപ്പിക്കുന്നത്, ഇതൊക്കെ മായയാണ്. അപ്പോ ആ മായ അങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ എല്ലാറ്റിനെയും നമ്മള് അധ്യാരോപം കണ്ടു, അതിനെ അങ്ങോട്ട് മാറ്റി കഴിയുമ്പോ ആ പരമാർത്ഥ സത്യവസ്തു അത് നമുക്ക് മനസ്സിലാകുന്നു. അതാണ് സത്യം പരം ധീമഹി. ഇതാണ് ഭാഗവതത്തിന്റെ കാതൽ. ഹരി അമ്മ, വെരി ഗുഡ്. ഹരി, സന്തോഷം അമ്മ പങ്കെടുത്തതിൽ. അപ്പം ഇനി ആരും മറക്കൂല അധ്യാരോപ അപവാദം. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർമ്മിക്കണം. പിന്നെ നമ്മൾ പഠിച്ച, ഇപ്പം അമ്മ ഭാഗവതം പറഞ്ഞു, അപ്പം ഇനി നമ്മൾ മറ്റൊരു സ്ഥലത്ത് പഠിച്ച കാര്യങ്ങളൊക്കെ പലയിടത്തും ഉണ്ട്. അധ്യാരോപം ഉള്ള മന്ത്രങ്ങൾ അല്ലെ ശ്ലോകങ്ങൾ, അപവാദമുള്ളത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ വായിക്കുമ്പോഴൊക്കെ അല്ലെങ്കിൽ നാമം ചൊല്ലുമ്പോഴൊക്കെ ഈ ഒരു വാക്ക് നമ്മുടെ മനസ്സിൽ പതിയണം. അതിനു വേണ്ടിയാണ് നമ്മൾ പഠിച്ചിരുന്നല്ലോ, അല്ലേ? പാദം ആചാര്യമുഹാത് പാദം സഹ ബ്രഹ്മചാരിണ, അല്ലേ? നമുക്ക് അങ്ങനെയൊക്കെയാണ് കിട്ടുക. അപ്പോൾ ചർച്ചകൾ ഇനി ഉണ്ടാകും, അത് മനനത്തിന് വേണ്ടിയാണ്. അപ്പം എല്ലാവർക്കും സ്വാഗതം, അല്ലേ? ആരും മടിച്ചു നിൽക്കരുത്, മുന്നോട്ട് വരണം. ഓം നമോ നാരായണ. അഥ ശുക്ലയജുർവേദീയ കാണ്വശാഹ ബൃഹദാരണ്യക ഉപനിഷത്ത് പ്രഥമകാണ്ഡം മധുകാണ്ഡം ദ്വിതീയോധ്യായം ബ്രഹ്മവിദ്യാ പ്രകരണം ചതുർത്ഥ ബ്രാഹ്മണം മൈത്രേയി ബ്രാഹ്മണം. നമുക്ക് മൂന്നാമത്തെ മന്ത്രം, തൃതീയ മന്ത്രം ഒരുമിച്ച് ചൊല്ലാം. സാഹോവാച മൈത്രേയി ഏന അഹം ന അമൃതാസ്യാം കിമഹം തേന കുര്യാം യഥേവ ഭഗവൻ വേദ തഥേവ മേ ബ്രൂഹി ഇതി. യാജ്ഞവൽക്യ മഹർഷിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് പഠനം തുടരാം. യാജ്ഞവൽക്യ മൈത്രേയി സംവാദമാണ് മൈത്രേയി ബ്രാഹ്മണം എന്ന് നമ്മൾ കണ്ടു. 1-2 മന്ത്രങ്ങൾ. ഒന്നാമത്തെ മന്ത്രം ആഖ്യായിക ആരംഭം. ദ്വിതീയ മന്ത്രത്തിൽ മൈത്രേയിയുടെ വിവേകമാണ് നമ്മളവിടെ കണ്ടത്. കഥം തേന അമൃതാസ്യാമിതി, അങ്ങ് തരുന്ന ഈ വിത്തം കൊണ്ട് എനിക്ക് അമൃതത്വം, അങ്ങ് എന്തിനാണോ ഇതെല്ലാം, ഞങ്ങളെയും വിത്തത്തിനെയും എല്ലാം ഉപേക്ഷിച്ച്, ഗുരുകുലം എല്ലാം ഉപേക്ഷിച്ച്, അല്ലേ, അങ്ങ് എന്തിനാണോ പോകുന്നത്, അമൃതത്വത്തിനാണ്. അത് എനിക്ക് ഇവിടെ ഇരുന്നാൽ ലഭിക്കുമോ എന്നാണ് ചോദ്യം, അല്ലേ? അപ്പോൾ ആ ചോദ്യം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം. അപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത്? നാ, ഒറ്റ വാക്കിൽ. അപ്പോൾ അവിടെ എഴുതണം അനുമോദാർത്ഥം എന്ന് നമ്മൾ കണ്ടിരുന്നു, അല്ലേ? അനുമോദിക്കുകയാണ് നാ എന്ന വാക്കുകൊണ്ട്. എന്തിനെ അനുമോദിക്കുന്നു? മൈത്രേയി വിവേകം അനുമോദാർത്ഥം. മൈത്രേയി വിസർഗമുണ്ട്. മൈത്രേയി വിവേകം അനുമോദാർത്ഥം. മൈത്രേയിയുടെ വിവേകത്തെ യാജ്ഞവൽക്യ മഹർഷി അനുമോദിക്കുന്നു. എങ്ങനെ? നാ എന്ന ഒറ്റ വാക്കുകൊണ്ട്. നാ ഇല്ല, ഞാൻ എന്തിനെ തേടിയാണോ ഞാൻ ഉദ്ധ്യാസനാകുന്നത് അത് അമൃതത്വമാണ്. ആ അമൃതത്വം നിനക്ക് കിട്ടില്ല. അത്
നിന്റെ ഈ ചോദ്യത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നു എന്തുകൊണ്ട് നിനക്കിങ്ങനെ ചോദിക്കാൻ സാധിക്കുന്നു മൈത്രേയി, നീ വിവേകശാലിയാണ്. ഗുരുവിൻ്റെ അനുമോദനമാണ്. നമ്മളെയൊക്കെ ഗുരുനാഥൻ മൂർഖ എന്നാണ് വിളിക്കുന്നത്. ഇവിടെ യാജ്ഞവൽക്യ മഹർഷി അനുമോദിക്കുകയാണ്. വിവേകി അരേ മൈത്രേയി, നീ വിവേകി തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് അനുമോദിക്കുകയാണ്. അപ്പോൾ ആർക്കാണോ, നിനക്കല്ല, ആർക്കാണോ ഈ വിത്തം, അവർക്ക് ഭോഗവസ്തുക്കൾ, ഉപകരണവതാം, ഭോഗവസ്തുക്കളെ മാത്രമേ കിട്ടുകയുള്ളൂ, അതേ നിനക്കും കിട്ടുകയുള്ളൂ. ഞാൻ തരുന്ന ഈ ഉപേക്ഷിച്ചു പോകുന്ന വിത്തം കൊണ്ട് ഭോഗം മാത്രമേ ലഭിക്കുകയുള്ളൂ. ന ആശ അസ്തി അമൃതത്വം, അമൃതത്വത്തിൻ്റെ ആശ പോലും, ഒരു അല്പം പോലും അത് കിട്ടിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ രണ്ടാം മന്ത്രത്തിൽ മൈത്രേയിയുടെ വിവേകവും വിവേക അനുമോദനവും കണ്ടു. മൂന്നാം മന്ത്രം നമ്മൾ വായിച്ചിരുന്നു. അവിടെ എന്താണ്? ശരി സാഹോവാച മൈത്രേയി. ഇപ്പം മൈത്രേയി പറയുകയാണ്, അങ്ങ് ഏന അഹം ന അമൃതാസ്യ. ഏന എന്ന് വെച്ചാൽ ഏന കാരണേന, ഏന കാരണേന, ഏതൊരു കാരണത്തിനാലാണോ ന അഹം എനിക്ക്, ന അമൃതാസ്യാം അമൃതത്വത്തെ അടയാത്തത്, ലഭിക്കാത്തത്, വിത്തം കൊണ്ട് കിട്ടില്ലെന്ന് പറയുന്നു. അതുകൊണ്ട് കിമഹം തേന കുര്യാം, അത് വെച്ചിട്ട് ഞാൻ എന്ത് കാണിക്കാനാണ്, എന്ത് ചെയ്യുവാനാണ് ഹേ ഗുരു? അല്ലേ, അങ്ങക്ക് വേണ്ടാത്തത് എനിക്കും വേണ്ട അല്ലേ? അതാണ് ആ ബ്രഹ്മവാദിനി എന്ന് വെറുതെ അല്ല മൈത്രേയിക്ക് ആ ആദരവ് കൊടുത്തത്. എന്തുകൊണ്ട് ബ്രഹ്മവാദിനിയാകാൻ സാധിച്ചു? ഇതാണ് ആ അധികാരങ്ങൾ. ഞാൻ എന്ത് ചെയ്യാനാണ് ഈ വിത്തങ്ങൾ? അവിടെ എന്താണ് കാണുന്നത്? മൈത്രേയിയുടെ വൈരാഗ്യം. വൈരാഗ്യം എന്തായിരുന്നു? വൈരാഗ്യത്തിൻ്റെ ഡെഫിനിഷൻ വിഗതഃ രാഗഃ അല്ലേ? നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്, എങ്കിലും ഓർമ്മിപ്പിക്കുന്നതേ ഉള്ളൂ. കാരണം ഇതൊക്കെ പറയാനും പഠിപ്പിക്കാനും ഒക്കെ എളുപ്പമാണ്. പക്ഷെ ഒരു സാഹചര്യം വരുമ്പോഴാണ് എനിക്ക് വിഗതഃ രാഗ ആണോ സഹരാഗ ആണോ എന്ന്, അതിനോട് രാഗമാണോ അതോ അതിനോട് രാഗമില്ലായ്മയാണോ എന്ന് നമുക്ക് പരീക്ഷിക്കാൻ പറ്റുകയുള്ളൂ അല്ലേ? അപ്പം എന്താണ് വൈരാഗ്യം? വിഗതഃ രാഗഃ. എനിക്ക് രാഗം എന്ന് വെച്ചാൽ എന്താ? അറ്റാച്ച്മെൻറ്റ്, ഒട്ടൽ, ഈ ബന്ധനം 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 പാരില്ല, അതാണ് രാഗം. അതിനോടുള്ള വിഗതഃ, അതിനെ പൂർണ്ണമായും ഒട്ടലില്ലായ്മ പരിശ്രമിക്കലാണ് വൈരാഗ്യം എന്ന അധികാരം. അത് മൈത്രേയിക്ക് നല്ലപോലെ ഉണ്ട്. എന്തിനോടൊക്കെ മൈത്രേയിക്ക് വൈരാഗ്യം വന്നു? വിത്തത്തിനോട് വൈരാഗ്യം അല്ലേ? പിന്നെ പത്നി എന്ന സ്ഥാനത്തിനോട് വൈരാഗ്യം. യാജ്ഞവൽക്യ മഹർഷിയുടെ പത്നിയാകാന്ന് പറഞ്ഞ ചെറിയ കാര്യമൊന്നുമല്ല. ത്രേതായുഗത്തിലെ മഹാമഹർഷിയാണ്, മഹാസിദ്ധനാണ് അല്ലേ? അദ്ദേഹത്തിൻ്റെ ശിഷ്യ പരമ്പര എന്ന് പറഞ്ഞാൽ ലോകത്തിൽ നളന്ദ യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ കേംബ്രിഡ്ജിലോ പോലും ഇല്ല അത്രയും ശിഷ്യന്മാർ. അത്രയ്ക്ക് ശിഷ്യ സമ്പത്തുള്ള യാജ്ഞവൽക്യ മഹർഷിയുടെ ശിഷ്യയും കൂടെയാണ് മൈത്രേയി. ആ സ്ഥാനം ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അപ്പോൾ ആ സ്ഥാനവൈരാഗ്യം, വിത്തവൈരാഗ്യം, സ്ഥാനവൈരാഗ്യം, പിന്നെ ദേശവൈരാഗ്യം. ആ ജനക മഹാരാജാവിൻ്റെ ദേശത്തു നിന്നും അതൊക്കെ വിട്ട് വൈരാഗ്യത്തോടെയാണ് യാജ്ഞവൽക്യ മഹർഷിയുടെ അടുത്ത് എത്തിയത്. ആ ഗുരുകുലത്തിൽ താമസിച്ച് പഠിക്കുകയാണ്. നിത്യേന ശ്രവണമാണ്. ഗുരുസേവാ ശ്രവണം, ഗുരുസേവാ ശ്രവണം, ഇത് രണ്ടുമേ മൈത്രേയിക്ക് ഡ്യൂട്ടി ഉള്ളൂ. അപ്പോൾ ആ സ്ഥാനത്തിനോട്, ആ ദേശത്തിനോട്, ആ ഗുരുകുലം ഇരിക്കുന്ന ഗംഗാ നദിയുടെ തീരത്താണല്ലേ, ആ ദേശത്തിനോട് വൈരാഗ്യം. പിന്നെ ഗുരുനാഥൻ പോയാൽ പിന്നെ എന്ത് ഗുരുകുലം? ആ ദേശത്തിനോട് വൈരാഗ്യം. ഇതൊക്കെയാണ് ഒറ്റ വാക്കിൽ പറയുന്നത് അല്ലേ? എന്തൊക്കെ വൈരാഗ്യമാണ് ഇനി ഞാൻ പറയുന്നില്ല, നിങ്ങൾ തന്നെ. കിമഹം തേന ഗുരിയ, അത് വെച്ചിട്ട് ഞാൻ എന്ത്? അപ്പം ആ വൈരാഗ്യത്തിൻ്റെ പരിപാകതയാണ് കാണുന്നത് അല്ലേ? നമുക്ക് പറ്റുമോ ഒരു ദേശം വിട്ട് മറ്റൊരു ദേശത്ത് പോകാൻ? എത്ര ദിവസം നമ്മൾ പോകും? 10 ദിവസം അല്ലെ, ഒരു മാസം
എളുപ്പമല്ല. കാരണം നമ്മളൊക്കെ എന്താണ്, കംഫേർട്ട് സോണിൽ ജീവിക്കാൻ കണ്ടീഷൻ ആയവരാണ് അല്ലേ. ഞാൻ ജനിച്ച ഒരു ദേശമുണ്ട്, അവിടുത്തെ കാലാവസ്ഥയുണ്ട്, അവിടുത്തെ ഭക്ഷണമുണ്ട്, അവിടുത്തെ സംസ്കാരമുണ്ട്. അതെല്ലാം ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. അപ്പോൾ അതൊക്കെയാണ് മൈത്രേയി ഇവിടെ കാണിച്ചു തന്നത്. ഈ കഥാപാത്രം എന്ന് പറയുന്നത് വെറുതെ അല്ല തരുന്നത് ഉപനിഷത്തുകളിൽ, അല്ലെ ഏതെങ്കിലും ഉപനിഷത്തെന്നല്ല, പുരാണ ഇതിഹാസങ്ങൾ ഏത് സനാതന ഗ്രന്ഥമായിക്കോട്ടെ, ആ കഥാപാത്രം നമ്മളായി മാറാൻ വേണ്ടിയാണ്. ഞാൻ എന്നോട് തന്നെ ചോദിക്കുക, എനിക്ക് ദേശവൈരാഗ്യമുണ്ടോ, കാലവൈരാഗ്യമുണ്ടോ, സ്ഥാനവൈരാഗ്യമുണ്ടോ, വിത്തവൈരാഗ്യമുണ്ടോ, ഉണ്ടോ എന്ന് നമ്മളോട് തന്നെ ചോദിക്കുക. അതാണ് കിമഹം തേന കുര്യാം. അടുത്തത് എന്താണ്? യദേവ ഭഗവൻ വേദ, ഏതൊന്നിനാലാണോ ഹേ ഭഗവൻ എനിക്ക് അത് വേണം. കാരണം അങ്ങ് എന്തിനെ തേടിയാണോ പോകുന്നത് അതും എനിക്കറിയ വേണം. തദേവ, അത് മാത്രം. അപ്പം അതെന്താണ് നമ്മൾ കണ്ടിരുന്നു. മൈത്രേയിയുടെ സാധന ചതുഷ്ടയ സമ്പത്തിയിലെ മുമുക്ഷുത്വം എന്ന അധികാരമാണ് ഏവ എന്ന ശബ്ദം കൊണ്ട്, അല്ലെ പദം കൊണ്ട് യാജ്ഞവൽക്യ മഹർഷി ഇവിടെ നമുക്ക് ചിത്രീകരിച്ചു തരുന്നത്. എനിക്ക് അതുമാത്രം മതി. എനിക്ക് വിത്തം വേണ്ട, സ്ഥാനം വേണ്ട, മാനം വേണ്ട, ഒന്നും വേണ്ട. എനിക്ക് മോക്ഷം മാത്രം മതി. അങ്ങ് തേടിപ്പോകുന്ന അമൃതത്വത്തെ മാത്രം മതി എനിക്ക് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് എന്താണ്? ബ്രൂഹീതി, മേ ബ്രൂഹി, എനിക്ക് ദയവായി ഉപദേശിച്ചു തന്നാലും. ബ്രൂഹി അല്ലേ, നമ്മളിത് കണ്ടിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഞാൻ ഉദാഹരണം പറയാം. ഭഗവത്ഗീത 2-ാം അധ്യായം 7-ാം ശ്ലോകം. കാർപ്പണ്യദോഷോപഹത സ്വഭാവഃ. ആ ശ്ലോകം എല്ലാവർക്കും അറിയാവുന്നത്. പൃച്ഛാമിത്വം ധർമ്മ സമൂഹ ചേതാഹ യശ്രേയസാം. ശ്രേയസ്, എനിക്ക് എന്താണോ ശ്രേയസ്കരമായത്, ശ്രേഷ്ഠമായത്, നിശ്ചിതം ബ്രൂഹി, അത് എനിക്ക് നിശ്ചയമായിട്ടും ബ്രൂഹി ഉപദേശിച്ചാലും എന്ന് അർജുനൻ ഭഗവാനോട് പറഞ്ഞിട്ട്, ശിഷ്യസ്തേഹം ശാധിമാം ത്വാം പ്രപന്നം. അതിനായിക്കൊണ്ട്, എനിക്ക് ശ്രേയസ്സിന് വേണ്ടിയാണ് ഞാൻ അങ്ങയെ ശിഷ്യനായിട്ട് അങ്ങയുടെ മുന്നിൽ ശരണാഗതനാകുന്നെന്ന് അർജുനൻ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെ മൈത്രേയി പറയുന്നത് അല്ലേ. നമുക്കറിയാം അർജുനനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം അർജുനൻ എത്രമാത്രം ശ്രേഷ്ഠനാണ് എന്നെല്ലാം അറിയാം. എന്തൊക്കെ പേരുകൾ തന്നെയാണ് അർജുനൻ അല്ലേ. അർജുനൻ, ഫൽഗുണൻ, ഫാൽഗുണ മാസത്തിൽ ജനിച്ചുകൊണ്ട് ഫൽഗുണൻ, പാർത്ഥൻ, പൃഥയുടെ പുത്രൻ പാർത്ഥൻ അല്ലേ, കിരീടി, ഇന്ദ്രൻ കിരീടം കൊടുത്തുകൊണ്ട് കിരീടി എന്ന പേര്. എന്തെല്ലാം പേരുകളാണ്. ധനഞ്ജയൻ അല്ലേ. പിന്നെ എന്തൊക്കെയാണ് ഓർമ്മ വരുന്നില്ല. അനേകം, 10 അല്ല അർജുനന് പേരുകളുള്ളത്. അനേകം പേരുകൾ അർജുനനുണ്ട് അല്ലേ. സവ്യസാചി, എടംകയ്യൻ അല്ലേ. അതായത് ഇടം കൈ കൊണ്ടും വലം കൈ കൊണ്ടും ആ കുരുവംശത്തിൽ ഗാന്ധീവം എന്ന ധനുസ് ഉയർത്താൻ പറ്റുന്നത് അർജുനൻ മാത്രമായി. അത്രയും ശ്രേഷ്ഠനായ അർജുനൻ സമൂഹ എന്തായിട്ട് മോഹത്തിൽ പെട്ടുപോയി. എന്നിട്ട് പറഞ്ഞു, എനിക്ക് മനസ്സിലായി എന്തൊക്കെയുണ്ട് അല്ലേ. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും വിരാട യുദ്ധം. വിരാട യുദ്ധത്തിൽ എന്ന് പറഞ്ഞാൽ അർജുനൻ ഒരു വർഷം അജ്ഞാതവാസക്കാലത്ത് മൃഗന്തളയായി മാറിയല്ലോ, ഉർവശി ശാപം വന്നപ്പോൾ. ആ വേഷം അഴിച്ചു വെക്കാവുന്നതിന് മുമ്പ് ഉത്തരയുടെ ആജ്ഞപ്രകാരം ഉത്തരൻ്റെ കൂടെ യുദ്ധത്തിനായിട്ട് പോയല്ലോ. എന്നിട്ട് അവിടെ എന്തെല്ലാമാണ് കാഴ്ചവെച്ചത് അല്ലേ. എല്ലാവരും ഭയപ്പെട്ടു പോയി അർജുനനെ കണ്ടിട്ട്. ആ വിരാട യുദ്ധത്തിൽ ഉത്തരനാണ് ജയിച്ചത്. എല്ലാവരെയും അർജുനനാണ് തോൽപ്പിച്ചു വിട്ടത്. എന്നിട്ട് ഉത്തര പറഞ്ഞു വിട്ടു, എന്ത്, ശരി യുദ്ധമെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ എല്ലാവരുടെയും, ദ്രോണാചാര്യരായിക്കോട്ടെ, ഭീഷ്മപിതാമഹനായിക്കോട്ടെ, ദുര്യോധനനായിക്കോട്ടെ, കർണനായിക്കോട്ടെ, ഇവരുടെയൊക്കെ പട്ടുവസ്ത്രങ്ങൾ എനിക്ക് കൊണ്ടു തരണമെന്ന് ഉത്തര പറഞ്ഞു.
അപ്പോൾ അർജുനൻ എല്ലാവരെയും വിജയിച്ചിട്ട് മോഹത്തിലാക്കി അവരെ മായ കൊണ്ട്, ആ അസ്ത്രം കൊണ്ട്. അത്രയും ദിവ്യാസ്ത്രങ്ങളുള്ള ആളായിരുന്നു അർജുനൻ അല്ലേ. എന്തൊക്കെ പാശുപതാസ്ത്രം, ഹയഗ്രീവം, ഐന്ദ്രം ഇത്യാദി ഇത്യാദി പേരുകളോട് കൂടിയ ദിവ്യാസ്ത്രങ്ങളുള്ള ആളായിരുന്നു അർജുനൻ. ആ ദിവ്യാസ്ത്രങ്ങൾ ഉപയോഗിച്ച് അവരെയൊക്കെ മോഹത്തിൽ പെടുത്തി വിജയിച്ചു. പക്ഷെ അർജുനൻ ആ സമയത്ത് വിരാട യുദ്ധത്തിൽ ഒരു കാര്യം ചെയ്ത്, ദ്രോണാചാര്യരുടെ പടയുണ്ടല്ലോ അവിടെ പോയിട്ട് ചുറ്റും പ്രദക്ഷിണം ചെയ്തു. അതാണ് ഗുരുപസക്തി, ആ ഗുരുവിനോടുള്ള ആദരവ്. അത് കാണിച്ചിട്ടാണ് അർജുനൻ യുദ്ധത്തിൽ. അതുപോലെ തന്നെ ഭീഷ്മ പിതാമഹനെയും തൻ്റെ അമ്പൊഴുങ്ങാത്ത ആവനാഴിയിൽ നിന്നും അസ്ത്രമയച്ച് നമസ്കരിച്ചുകൊണ്ടാണ് അർജുനൻ അവിടെയും യുദ്ധം ചെയ്തത്. ആ ഒരു ഗുരുത്വം ഉണ്ടായിരുന്നു അർജുനന്, അതുകൊണ്ട് അത് ജയിച്ചു. പക്ഷെ എന്നിട്ടും എന്താണ്, കുരുക്ഷേത്രത്തിൽ വന്നപ്പോൾ ഇതൊക്കെ മറന്നുപോയി. അർജുനൻ്റെ ശംഖനാദം കേട്ടിട്ട് അല്ലേ, ആ ശംഖനാദമില്ലേ, ദേവദത്തം അല്ലേ, ഒന്നാമത്തെ അധ്യായത്തിലുണ്ടല്ലോ ദേവദത്തം എന്ന ആ ശംഖനാദം കേട്ടിട്ട് ഭൂമി സ്തംഭിച്ചു പോയെന്ന്. അത്രയും ശബ്ദമായിരുന്നു അർജുനൻ്റെ ശംഖിന്. അത്രയും വില്ലാളി വീരനാണ്. എന്തായിപ്പോയത്, കാർപ്പണ്യ ദോഷം. ഇത് പറയാനാണ് ഇത്രയും പറഞ്ഞത്. കാരണം നമ്മളൊക്കെ എത്ര ധൈര്യശാലികളായിക്കോട്ടെ, എത്ര തവണ എത്ര വർഷങ്ങൾ ശ്രവണം ചെയ്തവർ ഒക്കെ ആണെങ്കിലും നമ്മളും ഈ മോഹത്തിൽ പെട്ടുപോകാം. അപ്പം എന്താണ് നമുക്ക് വേണ്ടത്, ശ്രേയസാം നിശ്ചിതം ബ്രൂഹി, ആ ഭാവം ഉണ്ടായിരിക്കണം. ഗുരു എനിക്ക് എന്താണോ അനുയോജ്യമായത്, ശ്രേയസ്സായത്, മഹത്വമായത്, അതിനെ മാത്രം എനിക്ക് വീണ്ടും വീണ്ടും ഉപദേശിച്ചാലും അതിനായി ശിഷ്യസ്നേഹം, ഞാൻ അങ്ങയെ ശരണാഗതനാകുന്നു. അത് തന്നെയാണ് ഇത് പറയാൻ കാരണം എന്താ, മൈത്രേയി അങ്ങനെ തന്നെയാണ്. എത്ര വർഷമായി ശ്രവണം ചെയ്യുന്നു, ഋഗ്വേദ പണ്ഡിതയാണ് മൈത്രേയി. ആ മൈത്രേയി ഇവിടെ ഗുരുപസക്തി നടത്തുകയാണ്, വെറുതെ അല്ല. ഓൾറെഡി ശിഷ്യയാണ്, എന്തിനു വേണ്ടി വീണ്ടും ഗുരുപസക്തി നടത്തുന്നു? അതാണ് ആ സമ്പ്രദായ വിത്തെന്ന് പറയുന്നത്. നമുക്ക് ഗുരുവിൻ്റെ അടുത്ത് ഒരു ചോദ്യം ചോദിക്കണമെങ്കിൽ, കാരണം ഇവിടെ ചോദ്യം ചോദിക്കുകയാണ്, ഭഗവൻ വേദ എന്നോട് പറഞ്ഞു തന്നാലും അതിൻ്റെ അർത്ഥം എനിക്ക് അറിയാനുള്ള ദൃഢമായ ആഗ്രഹമുണ്ട്. അപ്പോൾ വെറുതെ അറിഞ്ഞാൽ പോരാ, ഞാൻ ശിഷ്യയാണ് ഓൾറെഡി, അതൊക്കെ സമ്മതിച്ചു. പക്ഷെ ഞാൻ പൂർണ്ണ ശിഷ്യഭാവത്തോടുകൂടി, ഞാൻ ഈ വിവേക വൈരാഗ്യാദികളോടുകൂടി ഞാൻ അങ്ങയെ ശരണം പ്രാപിക്കുന്നു, ദയവായി ഉപദേശിച്ചാലും എന്ന്. അല്ലേ, നമ്മളൊന്നും അത് കാണിക്കാറില്ല. ഞാൻ ഇത്ര വർഷമായി ശിഷ്യയാണ് അല്ലേ, അങ്ങനെ ആ ഒരു ഭാവം. പക്ഷെ അങ്ങനെയല്ല, ഓരോ ചോദ്യം ചോദിക്കുമ്പോഴും ദയവായി ശിഷ്യയായ എന്നോട് ഉപദേശിച്ചാലും, അല്ലെ ശിഷ്യനായ എന്നോട് ഉപദേശിച്ചാലും എന്നുള്ള ആ മനസ്ഥിതി, ആ ഒരു എന്താ പറയുക, നമ്മൾ പറയില്ലേ ഹംബിൾ എന്നൊക്കെ, ഹ്യൂമിലിറ്റി എന്നൊക്കെ പറയില്ല, ആ ഒരു വിനയഭാവം എപ്പോഴും ഗുരുവിൻ്റെ അടുത്ത് വേണം. അത് അർജുനനും കാണിച്ചു തന്നു, ഇവിടെ മൈത്രേയും കാണിച്ചു തന്നു ഗുരുപസക്തിയിലൂടെ. നമുക്ക് അടുത്തതിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. 4ാമത്തെ മന്ത്രം. സഹോവാച യാജ്ഞവൽക്യഃ. എന്നാലത്തെ എല്ലാവരും എഴുതിയെന്ന് വിചാരിക്കുന്നു അല്ലേ, അത് പറയാൻ മറന്നുപോയി. വിവേക വൈരാഗ്യ മുമുക്ഷുത്വാദി സഹിത പൂർണ്ണ ശിഷ്യഭാവേന ഗുരുപസക്തി അല്ലേ. ഓക്കെ, മടങ്ങി വരാം. 4ാം മന്ത്രം. സഹോവാച യാജ്ഞവൽക്യഃ പ്രിയാ ബധ അരേ നഹ സതി പ്രിയം ഭാഷസേ ഏഹി ആസ്വ വ്യാഖ്യാസ്യാം ഇതി തേ വ്യാചക്ഷണസ്യ തു മേ നിധിധ്യാസസ്വ. അത് അണ്ടർലൈൻ ചെയ്യണേ, നിധിധ്യാസസ്വ ഇതി.
നിദിധ്യാസസ്വ ഇതി. ഒരുമിച്ച് ചൊല്ലാം. സഹോവാച യാജ്ഞവൽക്യഃ പ്രിയാ ബധ അരേ നഃ സതി പ്രിയം ഭാഷസേ ഏഹി ആസ്വ വ്യാഖ്യാസ്യാം ഇതി തേ വ്യാചക്ഷണാസ്യ തു മേ നിദിധ്യാസസ്വ ഇതി. സഹോവാച യാജ്ഞവൽക്യഃ പ്രിയാ ബധ അരേ നഃ സതി പ്രിയം ഭാഷസേ ഏഹി ആസ്വ വ്യാഖ്യാസ്യാം ഇതി തേ വ്യാചക്ഷാണസ്യ തു മേ നിദിധ്യാസസ്വ ഇതി. ചതുർത്ഥ മന്ത്രം എഴുതിക്കോളൂ. ശിഷ്യാനുശാസന ആരംഭം. ശിഷ്യാനുശാസന ആരംഭം. ശിഷ്യയായ മൈത്രേയിക്ക് അനുശാസനം. അനുശാസനം എന്ന് വെച്ചാൽ ഉപദേശം. ഉപദേശം യാജ്ഞവൽക്യ മഹർഷി ആരംഭിക്കുകയാണ്. എന്താണ്? ശ്രദ്ധിക്കണേ. ശിഷ്യയായ മൈത്രേയിക്ക് ഉപദേശം ഇവിടെയാണ് യാജ്ഞവൽക്യ മഹർഷി ആരംഭിക്കുന്നത്. അതുകൊണ്ട് എന്താണ് ഈ മന്ത്രം? ശിഷ്യാനുശാസന ആരംഭം. നോക്കാം, മന്ത്രത്തിലേക്ക് പോകാം. സഹോവാച യാജ്ഞവൽക്യഃ. സഹ ഉവാച യാജ്ഞവൽക്യഃ. യാജ്ഞവൽക്യ മഹർഷി മൈത്രേയിയോടായിക്കൊണ്ട് ഉപദേശം ആരംഭിക്കുന്നു. പ്രിയാ ബധ അരേ, അരേ മൈത്രേയി എന്ന് അതിസംബോധന ചെയ്യുകയാണ് അല്ലേ? അരേ ബാബരേ നമ്മൾ പറയാറില്ലേ? അരേ അരേന്ന് വെച്ചാൽ ഹേ നമ്മൾ വിളിക്കില്ലേ? അത് ഇനിയുണ്ട്. അരേയാണ് ഇനി അടുത്ത മന്ത്രം മുഴുവൻ. അരേ അരേ അരേന്നേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം എന്തിനാ? ശ്രദ്ധയോടെ കേൾക്കാൻ വേണ്ടിയാണ്. നമ്മൾ ഒരാളെ ഇങ്ങനെ അതിസംബോധനം ചെയ്യുന്നതിൻ്റെ കാരണം അതാണ്. അല്ലാണ്ട് വെറുതെ ഒരാൾ വെറുതെ അഭിസംബോധന ചെയ്യുകയല്ല. എന്തിനു വേണ്ടി? അഭിസംബോധന വിഭക്തി ഉപയോഗം തന്നെ ശ്രദ്ധയോടെ ശ്രവിക്കണം എന്നാണ് അല്ലേ? അരേ രാമാ എന്ന് വെച്ചാൽ അല്ലയോ രാമ. രാമൻ എവിടെയോ നിൽക്കുകയാണ്. അപ്പോൾ രാമനെ, ഞാൻ നിന്നെ വിളിക്കുന്നു, എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്, നീ ശ്രദ്ധിച്ചാലും എന്നാണ് അല്ലേ? ഒരു വാക്കും വേദത്തിൽ വെറുതെ അല്ല. നമ്മൾ വിചാരിക്കും എന്തിനാ ഈ അരേ അരേന്ന് വിളിക്കുന്നത്? ശ്രദ്ധാവാൻ, ബാക്കി ഞാൻ പറയുന്നില്ല. പ്രിയാ വധ അരേ ന സധി. അരേ മൈത്രേയി, നീ എനിക്ക് പ്രിയപ്പെട്ടവളാകുന്നു. യാജ്ഞവൽക്യ മഹർഷി പറയുകയാണ്, നീ എനിക്ക് വളരെ വളരെ പ്രിയപ്പെട്ടവളാകുന്നു. ബധ, ബധ എന്ന വാക്കിൻ്റെ അർത്ഥം ഇതുവരെ. അതായത് എന്ന് നിന്നെ കണ്ടുമുട്ടിയോ അന്ന് മുതൽ ഇപ്പോഴും വരെ ആ പ്രിയതമത്വത്തിന് ഒരു മാറ്റവും ഇല്ല. നീ എനിക്ക് അന്നും ഇന്നും എന്നും ആരാണ്? പ്രിയപ്പെട്ടവളാകുന്നു. അതാണ് ഒരു ഗാർഹസ്ഥ്യൻ്റെ ധർമ്മം യാജ്ഞവൽക്യ മഹർഷി നമ്മളെ കാണിച്ചു തരികയാണ് അല്ലേ? നമ്മൾ വിചാരിക്കും ഒരു തുടക്കത്തിലൊക്കെ പ്രിയപ്പെട്ടവൾ, പിന്നെ വയസ്സാകുമ്പോൾ അല്ലെ പ്രിയപ്പെട്ടവൻ പോട്ടെ, ഞാൻ എപ്പോഴും സ്ത്രീലിംഗം പറയുന്നില്ല, പുല്ലിംഗം ഉപയോഗിക്കാം അല്ലേ? കുറച്ച് നാളൊക്കെ പ്രിയപ്പെട്ടവനാകും. പിന്നെ എന്താണ്, കുറേ കഴിയുമ്പോൾ ആ പ്രിയതമത്വത്തിന് ഏറ്റക്കുറച്ചിലുണ്ടാകും അല്ലേ? ഗ്ലാനി വരും. അത് യാജ്ഞവൽക്യ മഹർഷി കാണിച്ചു തരികയാണ് എങ്ങനെയാണ് ഒരു ഗൃഹസ്ഥന്. നീ എനിക്ക് അന്നും പ്രിയപ്പെട്ടവൾ, ഇന്നും പ്രിയപ്പെട്ടവൾ, എന്നും പ്രിയപ്പെട്ടവൾ. അതാണ് ബധ എന്ന വാക്ക്. ഇങ്ങനെയൊക്കെ കേൾക്കണേ തന്നെ എത്ര സുഹൃതിയാണ് മൈത്രേയി. നോക്കൂ, പ്രിയാ ബധ അരേ നാ സതി, നീ എനിക്ക് എന്നും പ്രിയപ്പെട്ടവൾ ആയിരുന്നു, പ്രിയപ്പെട്ടവൾ തന്നെയാണ്. എന്നിട്ട് പറയുന്നു, അതിന് കാരണം പറയുകയാണ്. പ്രിയം ഭാഷസേ, നീ എന്നോട് പ്രിയമായി മാത്രമേ
ഭാഷണം ചെയ്തിട്ടുള്ളൂ. അപ്പം നമ്മൾ എങ്ങനെ ഒരാളുടെ പ്രിയം, ഒരാളുടെ സ്നേഹം, ഒരാളുടെ ഇഷ്ടം എങ്ങനെ നിലനിർത്തും അല്ലേ? ഭാഷസേ ആണ് നമ്മൾ പഠിച്ചത്. വാക്യജ്ഞേന കൽപ്പത എന്ന്. വാക്കാണ് ഏറ്റവും വലിയ ശക്തി അല്ലെ, അഗ്നിയാണ് വാക്കെന്ന് നമ്മൾ മറ്റുള്ളിടത്തും പഠിച്ചിട്ടുണ്ട്. പ്രിയം ഭൂയാത്, ഹ്രിയം ഭൂയാത്, സത്യം ബ്രൂയാത് അല്ലേ? പ്രിയമായതേ, ഹിതമായതേ, സത്യമായതേ സംസാരിക്കാവുള്ളൂ എന്നൊക്കെ നമ്മൾ തൈത്തിരീയത്തിൽ പഠിച്ചിട്ടുണ്ട്. അതൊക്കെയാണ് ഒരു ശിഷ്യൻ്റെ അല്ലെ ശിഷ്യയുടെ ലക്ഷണം. ഞാൻ വെറുതെ അല്ല നിന്റെ ശരീരത്തിനെയോ അല്ലെങ്കിൽ നിന്റെ കഴിവിനെയോ, കാരണം ബ്രഹ്മവാദിനിയല്ലേ, അപ്പോൾ ആ തപശക്തിനെയോ കഴിവിനെയോ ഒന്നുമല്ല ഞാൻ ഇഷ്ടപ്പെടുന്നത്, നിന്റെ ഭാഷണത്തെയാണെന്ന്. എന്ന് വെച്ചാൽ നിന്റെ ശിഷ്യഭാവത്തെ, എങ്ങനെയാണോ ഒരു ഗുരുവിനോട് സംസാരിക്കേണ്ടത്. ഹിതം ബ്രൂയാത്, മിതം ബ്രൂയാത്, സത്യം ബ്രൂയാത്, അങ്ങനെയാണ് ഒരു ഗുരുവിൻ്റെ അടുത്ത് ഭാഷണം ചെയ്യേണ്ടത്. ഹിതമായത്, ആവശ്യമുള്ളത് ആവശ്യമുള്ള സമയത്ത്, മിതം വലിച്ചു നീട്ടാണ്ട് ശരിക്കും അതാണ് മിതം, ആവശ്യമായത് മാത്രം. ഗുരുനാഥൻ ചോദിച്ചാൽ സംസാരിക്കുക, അല്ലാണ്ട് എനിക്കതറിയാം അതറിയാം അല്ലേ, ചാടിക്കയറി ഉത്തരം പറയുക. സ്വാമിജി ഇറക്കി വിടും അവളെങ്ങാനും ചാടിക്കയറി ഉത്തരം പറഞ്ഞ. അത് നല്ലതാണ്. കാരണം എന്താണ്, നമ്മുടെ ഗർവം നമ്മളവിടെ ഇല്ലാണ്ടാക്കാം. അതാണ് ഹിതം ബ്രൂയാത്, മിതം ബ്രൂയാത്, സത്യം ബ്രൂയാത്, സത്യം പറയുക അല്ലേ. അമൃതം ന ബ്രൂയാത്, അമൃതമുള്ള കാര്യമാണ് മിണ്ടാണ്ടിരിക്കുക അല്ലേ. എൻ്റെ ബ്രഹ്മചാരിണി എൻ്റെ അടുത്തിരിക്കുന്നത് എൻ്റെ പെൻസിൽ എടുത്തിട്ട് പോയി, പറയേണ്ട കാര്യമാണ് പറയുക, അല്ലെങ്കിൽ മിണ്ടാണ്ട്. എൻ്റെ ദക്ഷിണ അവരൂടെ മേടിച്ചു അല്ലേ, എൻ്റെ ഒരു റൊട്ടി അവരെടുത്തു. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യം എന്ന് വെച്ചാൽ ആവശ്യമുള്ളത് മാത്രം. ഗുരുനാഥനെ നമ്മൾ അത്രയും മഹത്വമായി, ഈശ്വരകോടിയാണ് ഗുരുനാഥൻ അല്ലേ, ആ ഈശ്വരകോടിയായി തന്നെ ഗുരുവിനെ കാണണം. അങ്ങനെയാണ് നീ കണ്ടിരിക്കുന്നത്. അത് നിൻ്റെ പെരുമാറ്റത്തിൽ നിന്നും ഞാൻ പഠിച്ചു, അല്ലാണ്ട് ഞാൻ നിന്നോട് ചോദിച്ചു പഠിച്ചതൊന്നുമല്ല. നിൻ്റെ പെരുമാറ്റത്തിൽ നിന്നും അല്ലയോ മൈത്രേയി എനിക്ക് മനസ്സിലായി. പ്രിയം ഭാഷസേ, നീ എനിക്ക് പ്രിയമായത് മാത്രമേ അല്ലേ. ഒരു ഗുരുവിനോട് എന്താണോ സംസാരിക്കേണ്ടത് അത് നീ, എൻ്റെ പത്നി എന്നുള്ള സ്ഥാനം ഒരിക്കലും നീ ഉപയോഗിച്ചിട്ടില്ല, ദുരുപയോഗം ചെയ്തിട്ടേ ഇല്ല. നീ അന്നും ഇന്നും എന്നും എൻ്റെ ശിഷ്യ തന്നെയാണ്. മൈത്രേയി, നമുക്ക് ഓരോ വാക്ക് കേൾക്കുന്നവരും മൈത്രേയിയോടുള്ള ആദരവ് കൂടിക്കൂടി വരികയാണ്. ഗുരുനാഥൻ്റെ എളുപ്പമൊന്നുമല്ല ഗുരു നല്ലത് പറയാം. അത് നേരിട്ട്, ഗുരുനാഥൻ എങ്ങനെയാണെന്നറിയാമോ, നേരിട്ട് നല്ലത് പറയില്ല, ആരോടെങ്കിലുമൊക്കെ പറയും. നല്ല കുട്ടിയാട്ടോ, പക്ഷെ നല്ലതായിട്ട് പഠിക്കുക കേട്ടോ, അങ്ങനെയാണ്. നമുക്ക് പരിചയമില്ലാത്ത ആരോടെങ്കിലും പറയും, നമ്മളത് ഒരിക്കലും അറിയാൻ പോകുന്നില്ല. അങ്ങനെയാണ്, നേരിട്ട് പറയില്ല, അഹങ്കാരം ഉണ്ടാകും. പക്ഷെ ഇവിടെ നേരിട്ട് പറഞ്ഞിരിക്കുക. എൻ്റെ അർത്ഥം എന്താ, അഹങ്കാരം എന്നത് മൈത്രേയിക്ക് ഒട്ടുമില്ല. അതുകൊണ്ടാണ് ഗുരു നേരിട്ട് പറയുന്നത്. പ്രിയം ഭാഷസേ, നീ എനിക്ക് പ്രിയമായത് മാത്രമേ. ഏഹി അസ്വാ എന്നിട്ട് പറയുകയാണ്, അല്ലയോ പ്രിയതമേ, അല്ലയോ ശിഷ്യേ, വത്സ, മൈത്രേയി, ഏഹി ആസ, നീ എൻ്റെ അടുത്ത് വന്നിരുന്നാലും. നമ്മുടെ മനസ്സിൽ ആ ഭാവന വരണം കേട്ടോ. മൈത്രേയിയെ അടുത്ത് വിരിച്ച് ഇരുത്തുവാണ് ഗുരുനാഥൻ. ഏഹി ആസ്വ, ഏഹി, ഏഹി എന്ന് വെച്ചാൽ സ്ത്രീലിംഗം. നീ അടുത്ത് വന്നിരുന്നാലും ആസ്വ അല്ലേ. അപ്പം അതിൻ്റെ അർത്ഥം എന്താ, ശരീരത്തിന് അടുത്ത് വന്നിരിക്കാനല്ല പറയണത്. അവിടെ എന്താണ്, ഗുരു ഉപസത്തി, ഗുരു ഉപസത്തി. ഉപ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ, സമീപേ അല്ലേ. ഗുരു ഉപസത്തി നടത്തി മൈത്രേയി, ഞാൻ നിന്നെ ശിഷ്യയായി ഏറ്റെടുക്കുന്നു എന്ന് കാണിക്കുകയാണ്. ആസ്വ, അടുത്ത് വന്നാലും. ഉപാ അല്ലേ, ഉപാസന എന്താണ്, ഗുരുനാഥൻ്റെ അല്ലെങ്കിൽ ഉപാസ്യമൂർത്തിയുടെ അടുത്തിരിക്കലല്ലേ അല്ലേ. ഉപവാസം എന്താണ് അല്ലേ, ഉപനിഷത്ത് എന്താണ്, ഉപസത്തി എന്താണ്, ഇതിലൊക്കെ നമ്മൾ പഠിച്ചാണ് ഉപ എന്ന വാക്കിൻ്റെ അർത്ഥം
അല്ലേ? മാനസികമായും ശാരീരികമായും ഉപസ്ഥിതരാകാം. മന ഉപസ്ഥിതി, ശരീര ഉപസ്ഥിതി. നീ എൻ്റെ അടുത്ത് വന്നിരുന്നാലും എൻ്റെ പ്രിയ ശിഷ്യേ എന്ന് പറയും. എന്നിട്ട് എന്താണ് ചെയ്യുന്നത്? വ്യാഖ്യാസ്യാം ഇതി, അഹം വ്യാഖ്യാസ്യാം, ഞാൻ നിനക്ക്. അഹം എന്നുള്ളതുണ്ട് അവിടെ, അധ്യാഹാരം ചെയ്യണേ. അധ്യാഹാരം ഒന്നും മറന്നു പോകല്, ആ വാക്കൊന്നും അല്ലേ? നമ്മൾ പഠിച്ചില്ലേ അജാതശത്രു, അവിടെ പഠിച്ചില്ലേ അധ്യാഹാരം? അഹം വ്യാഖ്യാസ്യാം ഇതി അല്ലേ? അഹം അധ്യാഹാരം ചെയ്തിട്ട് ഞാൻ നിനക്ക് എന്താണ്? വ്യാഖ്യാസ്യാം, ഞാൻ നിനക്ക് എന്താണ്? നിന്നുടെ ചോദ്യത്തിനുള്ള മറുപടി വ്യാഖ്യാനം ചെയ്തു തരാം. എന്ന് വെച്ചാൽ എന്താണ്? വിസ്താര ഉപദേശം എന്നാണ്. വ്യാഖ്യാനം എന്ന വാക്കിൻ്റെ അർത്ഥം വിസ്താര ഉപദേശം. ഞാൻ നിനക്ക് വിസ്തരിച്ച്, നിനക്ക് മനസ്സിലാകുന്നത് വരെ ഞാൻ നിനക്ക്, ഞാൻ പോവൊന്നുമില്ല, നീ ബേജാറാകണ്ട, ഞാൻ നിന്നെ വിട്ടു പോകുന്നില്ല. എപ്പോഴാണോ നിനക്ക് പിടികിട്ടുന്നത്, നിന്റെ ചോദ്യത്തിനുള്ള മറുപടി പൂർണ്ണമായും എപ്പോഴാണോ വ്യക്തമാകുന്നത്, അതുവരെ ഞാൻ വ്യാഖ്യാനം ചെയ്തുകൊണ്ടേയിരിക്കും, ഞാൻ നിന്നെ വിട്ടുപോയില്ല. ഗുരുവിൻ്റെ ഉറപ്പ് നോക്കൂ. ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടതല്ലേ? ഒരു ഗുരുനാഥൻ പറയുകയാണ്. കൈലാസാശ്രമത്തിൻ്റെ പ്രഥമ പീഠാധീശ്വരുണ്ട്, അതായത് ആശ്രമം സ്ഥാപിച്ച സ്വാമിജിയുണ്ട്. ധനരാജഗിരി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. 150 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ഒരു മഹാത്മാവായിരുന്നു. ഋഷികേശിൽ ഗംഗാനദിയുടെ തീരത്ത് അവിടെയായിരുന്നു അദ്ദേഹം. ഇന്നുമില്ല. അപ്പോൾ നരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു മഹാരാജാവ് രാജ്യം ഭരിച്ചിരുന്ന, ഉത്തരാഖണ്ഡ് ഭാരതം ഭരിച്ചിരുന്ന രാജാവ് ഉണ്ടായിരുന്ന സമയത്തുള്ള മഹാത്മാവാണ്. അപ്പോൾ സ്വാമിജി ഇങ്ങനെ ആശ്രമം തുടങ്ങി, ഈ മഹാരാജ എല്ലാം സഹായമൊക്കെ ചെയ്ത് കൊടുത്ത് ആശ്രമാരും ശിഷ്യന്മാരിങ്ങനെ വന്ന് കുറേ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ചിദാനന്ദപുരി സ്വാമിയൊക്കെ അവിടെ നിന്നാണ് സന്യാസം എടുത്തത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ധനരാജഗിരി മഹാരാജ് സ്വാമിജി ശരീരം ഉപേക്ഷിച്ച് പോവുകയാണ്. ഇവർക്കറിയാമല്ലോ, മഹായോഗികളല്ലേ. അപ്പം ശരീരം ഉപേക്ഷിച്ച് പോകുന്ന സമയത്ത് ആശ്രമവും എല്ലാം അടുത്ത ശിഷ്യനിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഇന്ന കാര്യങ്ങളൊക്കെ, മഠാന്യായങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് കുറേ ശിഷ്യന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ സ്വാമിജി പറഞ്ഞു, ഞാൻ ബ്രാഹ്മ മുഹൂർത്തത്തിൽ രാവിലെ ഒരു 3-3:15 ആകുമ്പോൾ ഞാൻ പോവുകയാണ്. അപ്പം നിങ്ങൾ എൻ്റെ ചുറ്റും ഇരുന്ന് വേദപാരായണം ചെയ്യാൻ പറഞ്ഞു. ചെയ്ത് ഇങ്ങനെ സ്വാമിജി സഹജ സമാധിയിലായി ശരീരം ഉപേക്ഷിച്ച് പോവുക. പിന്നെ ഒരു മിണ്ടാട്ടമൊന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്തു? സ്വാമിജി ശ്വാസം നിലച്ചു എന്ന് കണ്ടപ്പോൾ ഈ പാരായണം ചെയ്തുകൊണ്ടിരുന്ന ശിഷ്യന്മാരൊക്കെ കരയാൻ തുടങ്ങി. കരച്ചിലോട് കരച്ചിൽ. സ്വാമിജി തിരിച്ചു വന്നു. ഇത് നടന്ന സംഭവമാണ്. കാളികമ്പിളിമാല മഹാരാജൊക്കെ കണ്ടതാണ്. അവരൊക്കെ പറഞ്ഞ മഹാസിദ്ധന്മാരാണ്. അവർക്ക് വെറുങ്ങനെ പറയേണ്ട കാര്യമില്ല. സ്വാമിജി എന്ത് ചെയ്തു? ശരീരം ഉപേക്ഷിച്ച് പോയ ആൾ വീണ്ടും മടങ്ങി വന്നിട്ട് ശരീരത്തിലേക്ക് വീണ്ടും പരകായം ചെയ്തിട്ട് ധനരാജഗിരിജി വന്നു. സ്വാമിജി പറയുകയാണ്, എന്താണ് ഞാൻ ഇത്രയും കാലം പഠിപ്പിച്ചത്? മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലല്ലോ, എന്തിനാണ് ഇങ്ങനെയുള്ള ശിഷ്യ പരമ്പര എനിക്കെന്ന് സ്വാമിജി ചോദിച്ചു. അപ്പോൾ ശിഷ്യന്മാർക്ക് തൻ്റെ തെറ്റ് മനസ്സിലായി. ശരീരത്തിൽ ഒതുങ്ങുന്നയാളല്ല ഗുരു എന്ന് മനസ്സിലാക്കി ഒരു ക്ഷമ പറയുകയാണ്. പിന്നെ സ്വാമിജി വെളുപ്പിന് 5 മണി കഴിഞ്ഞാണ് വീണ്ടും ശരീരം രണ്ടാമത് ഉപേക്ഷിച്ച് പോകുന്നത് എന്ന് പറയുന്നത് അല്ലേ? അത് 150 വർഷം, വളരെ ചെറിയ കാലഘട്ടം, അത് നടന്നതാണ്. അപ്പോൾ പറഞ്ഞതാണ്, ഗുരു ശിഷ്യന്മാർക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ശരീരം ഉപേക്ഷിച്ചാൽ പോലും മടങ്ങി വന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ആ വാത്സല്യമുള്ളതാണ് യഥാർത്ഥ ഗുരുനാഥൻ. അതിവിടെ തന്നെ നമുക്ക് കാണാം. നീ എൻ്റെ അരികിലിരുന്നാലും നിനക്ക് അതാണ്
വ്യാഖ്യാസ്യാമി, നിനക്ക് മനസ്സിലാകുന്നത് വരെ ഞാൻ നിനക്ക് വ്യാഖ്യാനം ചെയ്തുകൊണ്ടേയിരിക്കും എന്ന്. എന്നിട്ട് എന്ത് ചെയ്യണം? പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. എനിക്ക് പോകേണ്ട സമയമായി, പക്ഷേ നീ ഉത്തമ ശിഷ്യ ആയതുകൊണ്ടാണ് നിനക്ക് വേണ്ടി ഞാൻ ഇത്രയും കൺസിഡറേഷൻ തരുന്നത്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നീ ചെയ്യേണ്ടതാണ് പറയുന്നത്. വ്യാചക്ഷണസ്യ എന്ന് വെച്ചാൽ എഴുതിക്കോളൂ. വ്യാചക്ഷണം എന്ന വാക്കിൻ്റെ അർത്ഥം സന്യസ്യ ശ്രവണം കുര്യാത്. സന്യസ്യ ശ്രവണം കുര്യാത്. നീ സന്യാസത്തോടുകൂടി വേണം ഇരുന്ന് ഇതിനെ കേൾക്കാൻ. നമ്മൾ പറഞ്ഞില്ലേ ഇൻട്രൊഡക്ഷൻ ഈ സന്യാസ വിചാരം ഉണ്ടെന്ന്, അതിവിടെയാണ് ആരംഭിക്കുന്നത്. വേണമെങ്കിൽ ബ്രാക്കറ്റിൽ എഴുതിക്കോളൂ, സന്യാസ വിചാര ആരംഭം. എവിടെ? വ്യാചക്ഷണസ്യ, അവിടെയാണ് തുടങ്ങുന്നത്. ഇതൊക്കെ മനനത്തിന് വേണ്ടി പറയുന്നതേ ഉള്ളൂ, വേണ്ടവരെഴുതിയാൽ മതി. എന്നുവെച്ചാൽ നീ സന്യാസത്തോടു കൂടി വേണം ഞാൻ ഈ തരുന്ന എൻ്റെ അരികിലിരുന്ന് ഈ ഉപദേശത്തെ കേൾക്കാൻ. എന്താണ് സന്യാസം? നമ്മൾ പഠിച്ച അർത്ഥങ്ങൾ ഓർക്കണം അല്ലേ? കർമ്മഫലത്യാഗം, ഏഷണാത്രയത്യാഗം അല്ലേ, ജ്ഞാനപ്രാപ്തി അംഗം, ആ 3 അർത്ഥവും. അല്ലെങ്കിൽ അതൊക്കെ വിട്ടേര്, ലക്ഷണങ്ങളൊക്കെ വിട്ടേര്. സന്യാസം എന്നാൽ എന്താണ്? കാമ്യാനാം കർമ്മണാം ന്യാസം. കാമ്യകർമ്മങ്ങളോടുള്ള ഈ അനുരാഗം ഉപേക്ഷിച്ച് അവരാണ് സ്വാമി അല്ലെങ്കിൽ സ്വാമിനിയാകുന്നത്. അത് എവിടെ ഇരുന്നാലും, നമ്മൾ വീട്ടിലിരുന്നാലും ഗുഹയിലിരുന്നാലും ഒക്കെ അല്ലേ. അതാണ് സന്യസ്യ ശ്രവണം കുര്യാത്. നീ സന്യാസം എന്ന ഭാവത്തോടുകൂടി വേണം ഞാനീ പറയും. കാരണം വർഷങ്ങളായിട്ട് ശ്രവിച്ചുകൊണ്ടേ ഇരിക്കുകയാണല്ലോ മൈത്രേയി. അപ്പം വിവേക വൈരാഗ്യാദികളൊക്കെ സമ്പന്നമാണ് മൈത്രേയിയുടെ കയ്യിൽ. അപ്പം വീണ്ടും ഉപദേശിക്കുമ്പോൾ നീ ഇത് ചോദിക്കണമെങ്കിൽ നിനക്ക് ആ അമൃതത്വം എന്നത് പൂർണ്ണമായും മനസ്സിലായിട്ടില്ല, അല്ലെ ഉൾക്കൊള്ളാനായിട്ടില്ല. അതുകൊണ്ടാണല്ലോ നീ രണ്ടാമത് എന്നോട് ചോദ്യം ചോദിച്ചത്. അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്തൊക്കെ ചോദിക്കാമായിരുന്നല്ലോ. അല്ല, നീ ഈ അവസാന നിമിഷം ചോദിക്കണമെങ്കിൽ നിനക്കത് പൂർണ്ണമായും അമൃതത്വം നേടാൻ സാധിച്ചിട്ടില്ല, അല്ലെ ഉൾക്കൊള്ളാൻ സാധിക്കാത്തത് കൊണ്ടാണല്ലോ. അതുകൊണ്ട് ആ അമൃതത്വം വേണമെങ്കിൽ വിവേകം, വൈരാഗ്യം, മുമുക്ഷുത്വം ഇത്യാദികൾ മാത്രം പോരാ, എന്തും കൂടെ വേണം? സന്യാസം കൂടെ വേണം. അതാണ് വ്യാചക്ഷണസ്യ. നീ സന്യാസഭാവത്തോടെ, ശ്രദ്ധയോടുകൂടി, ഉപരതിയോടുകൂടി അല്ലേ, ഇതൊക്കെ അധികാരമാണല്ലോ അല്ലേ. ഉപരതി എന്താണ്? ബാഹ്യ വിഷയങ്ങളോടുള്ള ആസക്തി ഇല്ലാണ്ടാക്കൽ അല്ലേ. നമ്മൾ സാധന ചതുഷ്ടയ സമ്പത്തിയിൽ പഠിച്ചില്ലേ? ശ്രദ്ധ, ഉപരതി, അതിലുള്ളത് ഉപരതി. പിന്നെ എന്ത്? സന്യാസം, ശ്രദ്ധ, ഉപരതി. അതാണ് വ്യാചക്ഷണം. സന്യാസഭാവത്തോടുകൂടി, ഉപരതിയോടുകൂടി, ശ്രദ്ധയോടുകൂടി വേണം ഞാൻ പറയുന്ന ഉപദേശത്തെ എൻ്റെ അടുത്തിരുന്നു കേൾക്കാൻ. എന്നിട്ട് എന്ത് ചെയ്യണം? വെറുതെ കേട്ടിട്ട് കാര്യമില്ല. നമോ നാരായണ. വെറുതെ കേട്ടിട്ട് കാര്യമില്ല. എന്ത് ചെയ്യണം? ഞാൻ ഉപദേശിക്കുന്നതിന് മുമ്പ് ശ്രദ്ധയോടെ കേൾക്കണം. അതുമാത്രം പോരാ, നീ ചെയ്യുന്നതാണ് തൂ മേ നിധിധ്യാസസ്വ ഇതി. അതു നീ എന്നിൽ നിന്നും കേൾക്കുന്നു. മേ എന്നിൽ നിന്നും, തൂ നീ. ആര്? മൈത്രേയി. നീ കേൾക്കുന്ന ഉപദേശത്തെ അല്ലയോ മൈത്രേയി, നീ എന്ത് ചെയ്യണം? നിധിധ്യാസസ്വ ഇതി. നിധിധ്യാസനം ചെയ്യ വേണം. നിധിധ്യാസനം എന്ന വാക്കിൻ്റെ അർത്ഥം എഴുതിക്കോളൂ. നിശ്ചയ പൂർണ്ണ ചിന്തനം നിധിധ്യാസനം. നിശ്ചയ പൂർണ്ണ ചിന്തനം. നിശ്ചയ പൂർണ്ണ ചിന്തനം നിധിധ്യാസനം. നീ അതിനെ നിധിധ്യാസനം ചെയ്യണം. അതായത് ഞാൻ പറഞ്ഞു തരണത്തിനെ നീ നിശ്ചയിച്ചുറപ്പിക്കണമെന്ന്. അതെങ്ങനെ പറ്റും?
ചിന്തിച്ച് മനനം ചെയ്ത് അതിലൊരു സംശയ വിപര്യം ഇല്ലാത്ത അവസ്ഥയാണ് നിധിധ്യാസനം. എനിക്കൊരു സംശയവും ഇല്ല, ബ്രഹ്മസത്യം ജഗത്മിഥ്യ ജീവോ ബ്രഹ്മൈവനാവര, എനിക്ക് അതിലൊരു സംശയമില്ല. ആ അവസ്ഥയാണ് നിധിധ്യ. നമ്മൾ നിധിധ്യാസനം കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് യാജ്ഞവൽക്യ മഹർഷി തന്നെ പറഞ്ഞു തരും കേട്ടോ. ഇപ്പം ഇവിടെ എന്തെല്ലാം ചെയ്യണമെന്ന് മാത്രം ഒരു ഇൻട്രൊഡക്ഷൻ ഉപദേശമാണിത്. അതുകൊണ്ടാണ് ശിഷ്യാനുശാസന ആരംഭം എന്ന് പറഞ്ഞത്. ആരംഭിക്കുന്നേ ഉള്ളൂ. ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞത്? നീ എനിക്ക് പ്രിയപ്പെട്ടവളാണ്, അതിനുള്ള കാരണം പറഞ്ഞു. നീ എൻ്റെ അടുത്ത് വന്നിരിക്കാൻ പറഞ്ഞു, കാരണം നീ വീണ്ടും ഗുരുപസക്തി ചെയ്തിരിക്കുന്നു. ശ്രദ്ധയോടെ അധികാരത്തോടുകൂടി ഇരിക്കാൻ പറഞ്ഞു. ഞാൻ നിനക്ക് എത്ര ആവർത്തി ഉപദേശിക്കാമെന്ന് പറഞ്ഞു. ആ ഉപദേശം എങ്ങനെയാണ് കേൾക്കേണ്ടതെന്ന് പറഞ്ഞു. സന്യാസത്തോടുകൂടി, ശ്രദ്ധയോടുകൂടി, അധികാരത്തോടുകൂടി കേൾക്കണമെന്ന് പറഞ്ഞു. ആ കേട്ടതിനെ അവിടെ ഉപേക്ഷിക്കലല്ല. കാരണം നീ കാലങ്ങളായിട്ട് കേൾക്കുന്നുണ്ട്. നിനക്ക് അമൃതത്വം ഉറപ്പായിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അത് നിന്റെ ജ്ഞാനമായി മാറിയിട്ടില്ല, അപരോക്ഷമായിട്ടില്ല. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നിധിധ്യാസനം വേണം. അത് ഞാൻ പറഞ്ഞു തരാം എന്ന് പറയുകയാണ്. ബാക്കി നമുക്ക് നാളെ പഠിക്കാം. ജസ്റ്റ് ആ മന്ത്രം മാത്രം ഒന്ന് ഞാൻ പറയാം. കുറച്ച് വലുതാണ്, പക്ഷെ എളുപ്പമാണ് കേട്ടോ. പുസ്തകത്തിൽ വെറുതെ നോക്കുക. സഹോവാച, അഞ്ചാമത്തെ മന്ത്രമേ. സഹോവാച നവ അരേ പത്യുകാമായ പതിപ്രിയോ ഭവതി ആത്മനസ്തു കാമായ പതിപ്രിയോ ഭവതി. നവ അരേ ജായായേ കാമായ ജായാപ്രിയാ ഭവതി ആത്മനസ്തു കാമായ ജായാപ്രിയാ ഭവതി. നവ അരേ പുത്രാണാം കാമായ പുത്രാഹ പ്രിയാ ഭവന്തി ആത്മനസ്തു കാമായ പുത്രാഹ പ്രിയാ ഭവന്തി. നവാരേ വിത്തസ്യ കാമായ വിത്തം പ്രിയം ഭവന്തി ആത്മനസ്തു കാമായ വിത്തം പ്രിയം ഭവതി. നവാരേ ബ്രഹ്മണഃ കാമായ ബ്രഹ്മപ്രിയം ഭവന്തി ആത്മനസ്തു കാമായ ബ്രഹ്മപ്രിയം ഭവതി. നവാരേ ക്ഷത്രസ്യ കാമായ ക്ഷത്രം പ്രിയം ഭവതി ആത്മനസ്തു കാമായ ക്ഷത്രം പ്രിയം ഭവതി. നവാരേ ലോകാനാം കാമായ ലോകാഹ പ്രിയാ ഭവന്തി ആത്മനസ്തു കാമായ ലോകാഹ പ്രിയാ ഭവന്തി. നവാരേ ദേവാനാം കാമായ ദേവാഹ പ്രിയാ ഭവന്തി ആത്മനസ്തു കാമായ ദേവാഹ പ്രിയാ ഭവന്തി. നവാരേ ഭൂതാനാം കാമായ ഭൂതാനി പ്രിയാണി ഭവന്തി ആത്മനസ്തു കാമായ ഭൂതാനി പ്രിയാണി ഭവന്തി. ഇനി അടുത്തത് മുഴുവൻ അണ്ടർലൈൻ ചെയ്യണം, അല്ലെ ഹൈലൈറ്റ് ചെയ്യോ എന്ത് ചെയ്യണം? ബൃഹദാരണ്യോപനിഷത്തിൻ്റെ നട്ടെല്ലാണ് ഇനി അത്. അത്രയും ഫേമസ് മന്ത്രമാണ്, ഇമ്പോർട്ടൻറ്റുമാണ്. കാണാണ്ട് പഠിക്കാൻ സാധിക്കുന്നവർ നിശ്ചയമായിട്ടും കാണാണ്ട് പഠിക്കണം. നവാരേ സർവസ്യ കാമായ സർവം പ്രിയം ഭവതി ആത്മനസ്തു കാമായ സർവം പ്രിയം ഭവതി. ആത്മാവ അരേ മൈത്രേയി, ആത്മാവ അരേ ദ്രഷ്ടവ്യഃ ശ്രോതവ്യഃ മന്തവ്യഃ നിധിധ്യാസിതവ്യഃ. മൈത്രേയി ആത്മനോ വാ അരേ ദർശനേന ശ്രവണേന മത്യാ വിജ്ഞാനേന ഇദം സർവം വിദിതം. ഒന്നുകൂടെ പറയാം, അവിടെ മാത്രമേ. നവാരേ സർവസ്യ കാമായ സർവം പ്രിയം ഭവതി ആത്മനസ്തു കാമായ സർവം പ്രിയം ഭവതി. ആത്മാവ അരേ ദ്രഷ്ടവ്യഃ ശ്രോതവ്യഃ മന്തവ്യഃ നിധിധ്യാസിതവ്യഃ. മൈത്രേയി ആത്മനോ വാ അരേ ദർശനേന ശ്രവണേന മത്യാ വിജ്ഞാനേന ഇദം സർവം വിദിതം. ഇനി അത്രയും പൂർണ്ണമായിട്ടും പഠിക്കാൻ മനപ്പാടാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആത്മനസ്തുകാമായ സർവം പ്രിയം ഭവതി ആത്മാവാരേ ദൃഷ്ടവ്യഃ ശ്രോതവ്യഃ മന്തവ്യഃ നിധിധ്യാസിതവ്യഃ. അവിടം വരെയെങ്കിലും പഠിക്കാൻ ശ്രമിക്കുക. നമ്മൾ 1 കൊല്ലം കൊണ്ട് പഠിക്കും. ഓം നമോ നാരായണ.
ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സംവൃതായ കർത്തൃഭ്യോ വംശഋഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ സർവോപപ്ലവരഹിതഃ പ്രജ്ഞാനഘനഃ പ്രത്യഗർത്ഥോ ബ്രഹ്മൈവാഹമസ്മി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.